ആർത്തിരമ്പി വന്ന ഉരുൾപൊട്ടൽ ദുരന്തത്തെ മുഖാമുഖം കണ്ടവരാണ് വയനാട് പടവെട്ടിക്കുന്ന് നിവാസികൾ. പടവെട്ടിക്കുന്ന് വാസയോഗ്യമല്ല എന്നും ഇവിടെയുള്ള കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുമെന്നും സർക്കാർ വാഗ്ദാനം നൽകിയിരുന്നുവെങ്കിലും മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പട്ടികയിൽ ഇവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനിയും ജീവൻ പണയം വെച്ച് ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് പടവെട്ടിക്കുന്ന് നിവാസികൾ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ്. 27 കുടുംബങ്ങളാണ് പ്രദേശത്ത് നിന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ട് സമരത്തിലേക്ക് നീങ്ങുന്നത്. ദുരന്തം നേരിട്ട് കണ്ടവരാണ് ചൂരൽമല സ്കൂൾ റോഡിലെ പടവെട്ടിക്കുന്നുകാർ. അതിനാൽ തന്നെ ആശങ്കയുണ്ട് ഇവർക്ക്. ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടാതെ പോയതിന്റെ നിരാശയും പ്രതിഷേധവും ഈ നാട്ടുകാർക്കുണ്ട്. വെള്ളാർമല സ്കൂൾ റോഡ് കടന്നു പോകുന്ന ഇടമാണ് പടവെട്ടിക്കുന്ന്. ഉരുൾപൊട്ടി പുഴയൊഴുകിയത് ഈ പ്രദേശത്തിന് താഴെ കൂടിയാണ്. സ്കൂൾ റോഡ് പൂർണ്ണമായും തകർന്നതോടെ ഇവിടേക്കുള്ള വഴിയുമടഞ്ഞു. ഇവരുടെ വീടുകൾക്ക് നാശം സംഭവിച്ചിട്ടില്ല എന്നത് മാത്രമാണ് ആശ്വാസം. എങ്കിലും ഈ പ്രദേശം ദുരന്ത സാധ്യതാ മേഖലയെന്നാണ് പറയുന്നത്. ദുരന്തത്തിനിപ്പുറം ഇന്നാട്ടുകാരെയും മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. പടവെട്ടിക്കുന്നിലേക്ക് തിരിച്ചു പോകാൻ ആകില്ലെന്നാണ് പ്രദേശവാസികളുടെ നിലപാട്. അതിനാൽ തന്നെ 27 കുടുംബങ്ങളെയും പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ആവശ്യം. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അവർക്ക് പുനരധിവാസത്തിന് വീടിന് ഉറപ്പ് കിട്ടിയാൽ അവരൊന്നും ഇറങ്ങാൻ തയ്യാറാണ്. അല്ലാത്ത പക്ഷം അവർ മഴക്കാലം വരെ അവിടെ തന്നെ താമസിക്കും. മഴക്കാലത്ത് അവർ വേറെ വാടക വീടോ റിലേഷൻ്റെ വീട്ടിലൊക്കെ മാറി താമസിക്കുന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ചെറിയ മക്കളും 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സുള്ള മക്കൾ, പ്രായം ചെന്ന 90 വയസ്സിന് മേലുള്ള രക്ഷകർത്താക്കൾ, ഇവരൊക്കെ വെച്ചിട്ട് ആ ദുർഘടമായ റോഡിലൂടെയുള്ള യാത്രയും മക്കളെ വിദ്യാഭ്യാസവും രക്ഷാർത്ഥങ്ങളുടെ ചികിത്സയൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അവിടുത്തെ 2 തവണ അവിടുത്തെ പാലം നഷ്ടപ്പെട്ടതാണ്. അത് നമ്മളെ വീടിൻ്റെ മേൽഭാഗത്തായിട്ടാണ് വരുന്നത്. ഈ 3 വർഷം ഞങ്ങൾ അവിടുന്ന് ക്യാമ്പിലേക്ക് താമസം മാറ്റിച്ചിട്ടുണ്ട്. 2018, 19, 22, ഈ 23 ഇങ്ങനെ 3-4 തവണ ഞങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ മാറ്റാനുള്ള കാരണം എന്താ? അവിടെ വന്ന് ശാസ്ത്രജ്ഞന്മാർ പരിശോധിച്ചപ്പോൾ അതൊരു ദുർഘട ഏരിയയാണ്, അവിടെ ലാൻഡ്സ്ലൈഡ് നടക്കാൻ സാധ്യതയുണ്ട്, അവർ ജീവൻ രക്ഷിക്കണം പറഞ്ഞ് ഞങ്ങൾ മാറ്റുന്നത്. പടവെട്ടിക്കുന്നിലേക്ക് റോഡ് നിർമ്മിക്കുമെന്നാണ് സർക്കാർ നിലപാട്. ഇവിടേക്ക് പുതിയ റോഡ് നിർമ്മിക്കുന്നത് റിസോർട്ടുകൾക്ക് വേണ്ടിയാണെന്ന സംശയമുള്ളതായും നാട്ടുകാർ ആരോപിക്കുന്നു. ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ലെങ്കിൽ ശക്തമായ സമരം നടത്തുമെന്നാണ് പടവെട്ടിക്കുന്നുകാരുടെ മുന്നറിയിപ്പ്. ഇത്രയും കോടിക്കണക്കിന് സംഖ്യ ചെലവാക്കിയിട്ട് ഈ ഒരു 27 കുടുംബത്തെ അവിടെ താമസിപ്പിക്കാൻ ഈ സർക്കാരിന് എന്താ ഈ ചേതോവികാരം ആരുടെ ഭാഗത്തുനിന്നാണ്? അതാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. ജീവനല്ല നമുക്ക് പ്രധാനം, നമ്മുടെ മക്കളെ സംരക്ഷണം നമുക്ക് നിർബന്ധം. അത് ഒഴിവാക്കിയിട്ടാണ് ഇവർ ഈ 1000 സ്ക്വയർ ഫീറ്റുള്ള ഈ 7 സെൻറ്റിൽ സർക്കാർ വെക്കുന്ന പുനരധിവാസത്തിന് ഞങ്ങൾക്ക് ഇടം വേണമെന്ന് പറയുന്നത്. അത് എന്താ സർക്കാർ മനസ്സിലാക്കാത്തത്? അപ്പോൾ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഞാൻ നമ്മളെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു, ഞങ്ങളൊക്കെ അന്നന്ന് ഞങ്ങൾ ജോലിക്ക് പോയാൽ അന്നന്ന് ഞങ്ങൾ കുടുംബത്തിന് കഴിയാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഞങ്ങൾക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. ഞങ്ങൾ കളക്ടറേറ്റ്, താലൂക്ക് ഇതേപോലുള്ള പ്രയാസങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി നടന്നതാണ്. ഞങ്ങളെ കയ്യിലിപ്പോൾ വണ്ടിക്കൂലിക്ക് വരെ ഒരു സാമ്പത്തികം ഇല്ലാത്തൊരവസ്ഥയിലൊക്കെ ഞങ്ങളെ പോക്ക്. ഗ്രാമപഞ്ചായത്ത് സർക്കാരിന് നൽകിയ പട്ടികയിൽ പടവെട്ടിക്കുന്നും അട്ടമലയും അടക്കമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടും. എന്നാൽ ഇത് ഒഴിവാക്കിയാണ് 3 പട്ടികയും വന്നിട്ടുള്ളത്. സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ദുരന്തബാധിതരുടെ പട്ടികയിൽ തങ്ങളെയും ഉൾപ്പെടുത്തണമെന്നാണ് പടവെട്ടിക്കുന്നുകാരുടെ ആവശ്യം. ഈ പ്രദേശത്തേക്ക് ഇനി പുതിയൊരു റോഡ് നിർമ്മിക്കേണ്ടതില്ല, വേണ്ടത് പുനരധിവാസം മാത്രമെന്നും പ്രദേശത്തുള്ളത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ആവശ്യങ്ങൾ ഉന്നയിച്ച് കയറിയിറങ്ങാത്ത സർക്കാർ ഓഫീസുകളില്ല. തങ്ങളെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ എന്തിനു മടി കാണിക്കുന്നു എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഇനിയും ഒരു ദുരന്തം താങ്ങാൻ ഇവർക്കാകില്ല. പ്രതീക്ഷകളെല്ലാം പറ്റിയതോടെയാണ് ഇവർ സമരരംഗത്തേക്ക് ഇറങ്ങുന്നത്. നീതി തേടി പടവെട്ടേണ്ട അവസ്ഥയിലേക്ക് പടവെട്ടിക്കുന്നുകാർ മാറുകയാണ്. എന്താണ് അവർക്ക് പറയാനുള്ളത്? ചില പ്രതികരണങ്ങൾ കൂടി കാണാം, അതിലേക്ക്. ഡിമാൻഡ് പറഞ്ഞാൽ നമ്മുടെ റവന്യൂ മന്ത്രിയുടെ പ്രസ്താവനയിലുണ്ട്, ദുരന്തത്തിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ട പ്രദേശത്ത്, അതായത് വഴിയില്ലാത്ത കാരണത്താൽ ഒറ്റപ്പെട്ട പ്രദേശത്തുള്ള ആളുകളെ പൂർണ്ണമായി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ 3 ലിസ്റ്റ് ഇറങ്ങിയാലും പിന്നെ ഞങ്ങൾ ആ 27 കുടുംബങ്ങളെ ലിസ്റ്റ് വന്നിട്ടില്ല. അപ്പോൾ ഇത് എന്ത് കാരണത്താൽ ഞങ്ങൾക്ക് അറിയുന്നില്ല. അപ്പോൾ അടുത്ത ഇതിലെങ്കിലും പൂർണ്ണമായി 50 മീറ്ററിൽ ഞങ്ങൾ കയറ്റി പിടിച്ച് എന്തായാലും ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. സർക്കാർ ഞങ്ങളെ നേരെ കണ്ണു തുറന്നിട്ടില്ല. ഈ പടവെട്ടിക്കുന്നിനെ മാറ്റിയിട്ട് തന്നെ നിർത്തിയിരിക്കുകയാണ്. ഈ സ്കൂൾ റോഡ് പെട്ടാണ് ഈ സ്ഥലങ്ങളൊക്കെ. അത് ഈ ഉരുൾപൊട്ടൽ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇത് എന്താക്കിയത്, പടവെട്ടിക്കുന്നാക്കിയത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം, നമുക്ക് ഏറ്റവും വലുത് നമ്മളെ കുടുംബമാണ്. ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ കുടുംബമാണ്. അതിൽ നിന്നൊരാളെ നഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഇനി പോകാനുള്ള ഒരു പരീക്ഷണത്തിന് നമ്മൾ എന്തായാലും തയ്യാറല്ല. ഇനിയിപ്പോൾ സർക്കാർ പോകാൻ പറഞ്ഞാലും നമ്മൾ മക്കളെ കൂട്ടി പോകാൻ പറഞ്ഞാൽ മക്കൾ വരില്ല. ഇതാണ് അവസ്ഥ. മൊത്തത്തിൽ ഡേഞ്ചറാണ്. ഇനിയിപ്പോൾ എന്തായാലും ഒരു തിരിച്ചു പോക്ക് എന്തായാലും ഇല്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും അനുഭവിച്ചിട്ടാണ് അവിടെ നിന്ന് വന്നത്. കാണുന്നവർക്ക് ചിലപ്പോൾ അനുഭവിച്ചിട്ടുണ്ടാവില്ലായിരിക്കും, പക്ഷെ അനുഭവിച്ച് ഞങ്ങൾ അന്ന് ആ രാത്രി അനുഭവിച്ച് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്.
അത്രയും അനുഭവിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തി. ഇനിയും അങ്ങോട്ട് തന്നെ തിരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ നടക്കാത്തൊരു കാര്യം തന്നെയാണ്. പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ തന്നെ ഈ കോടികൾ മുടക്കിയിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ റോഡ് തിടുക്കത്തിൽ ചെയ്യുന്നത്? പിന്നെ റോഡ് ഇതിലേ വരിക. ഈ പാവപ്പെട്ട ഒരു 27 കുടുംബത്തിനെ സംരക്ഷിക്കാൻ അത്ര പൈസ വേണ്ട. അപ്പോൾ സർക്കാരിനോട് നമ്മുടെ കൂട്ടുകാരന്മാരും നമ്മളെ കൂടപ്പുറപ്പൊക്കെ പറയുന്ന പോലെ നമ്മളെയും കൂടിയും ഇവർ പരിഗണിക്കുക. കാരണം ഈ പാവങ്ങളെ അടുത്തൊരു മരണത്തിലേക്ക് വിട്ടുകൊടുക്കാതിരിക്കുക. കാരണം ഞങ്ങൾ പോലും ഞങ്ങളെ മക്കൾ വരില്ല. കാരണം ലൈവായിട്ട് മക്കൾ കണ്ട് ആ രാത്രി ഞങ്ങൾ ഓടിയതാണ്. അതുകൊണ്ട് ഞങ്ങൾ പോലും ഞങ്ങളെ മക്കൾ പോലെ നിർബന്ധം. ഇപ്പോഴും പറയുന്നത് എന്താണെന്നറിയോ, മഴ വരുമ്പോൾ പേടിയാണ് അവർക്ക്. കൊല്ലം ലിങ്ക് റോഡ് മുതൽ ഓലയിൽ കടവ് വരെയുള്ള പാലം ഗതാഗതത്തിനായി തുറന്നു നൽകി. നീണ്ട 3 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഉദ്ഘാടനം പോലും നടത്താതെ പാലം തുറന്നു നൽകിയത്. അരുൺരാജ് വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. അരുൺരാജ്, വിശദാംശങ്ങൾ എന്താണ് അരുൺരാജ്? വിജിത്ത്, എന്തായാലും കാത്തിരിപ്പിന് വിരാമമാവുകയാണ്. 3 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഈ കൊല്ലം ഓലയിൽക്കടവ് പാലം ഇപ്പോൾ തുറന്നു നൽകിയിരിക്കുന്നത്. കൊല്ലത്തെ ലിങ്ക് റോഡ് മുതൽ ഓല വരെയുള്ള ഭാഗമാണ് തുറന്നു നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ ആൾക്കാരെ ഒന്നും അറിയിക്കാതെയാണ് ഈ പാലം ഉദ്ഘാടനം ചെയ്തിട്ടില്ല, അതായത് തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്, ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. ചേട്ടാ, ഇന്ന് എപ്പോഴാണ് ഈ പാലം തുറന്നു കൊടുത്തത്? ഇന്ന് 10 മണിയായിരുന്നു. ആരെങ്കിലും വന്ന ഉദ്ഘാടനം ചെയ്തു? ആരും ഉദ്ഘാടനം ചെയ്തില്ല. തുറന്നു കൊടുത്തത് പലതവണ ഇവിടെ പ്രതിഷേധം നടന്ന തുറന്നു കൊടുക്കുക. ഞങ്ങൾ ആദ്യമായിട്ട് ഒരു പ്രതിഷേധം നമ്മൾ ചെയ്തായിരുന്നു കോൺഗ്രസ്സുകാർ. പക്ഷെ ഒന്നും നടന്നില്ല. ഇപ്പൊ വീണ്ടും ആരും അറിയാതെ JCB-കാരെ കൊണ്ട് തുറന്നു രാവിലെ തുറന്നു. ഈ വാഹനങ്ങൾ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും കൊല്ലം നഗരത്തെ സംബന്ധിച്ച് വലിയ ജനത്തിരക്കുള്ള ഒരു പ്രദേശമാണ്. അവിടെ ഈ ഗതാഗത ബുദ്ധിമുട്ടടക്കം ഉണ്ടായിട്ടുള്ളതാണ്. അവിടെയാണ് ഈ പാലം ഇപ്പോൾ തുറന്നു നൽകിയിരിക്കുന്നത്. കൊല്ലം നഗരത്തിലേക്കുള്ള ഈ വലിയ ട്രാഫിക് പ്രശ്നമടക്കം പരിഹരിക്കാൻ ഇത് സഹായിക്കുമെന്ന് പലകുറി നമ്മളടക്കം വാർത്ത ചെയ്തതാണ്. ഒടുവിൽ ഈ പ്രതിഷേധങ്ങളടക്കം ഉണ്ടായെങ്കിലും തുറന്നു കൊടുത്തില്ല. ഒടുവിൽ ഇന്ന് രാവിലെ JCB-യും അതുപോലെ വാഹനങ്ങളും എത്തിയാണ് ഈ പാലം തുറന്നു കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇത് ഉദ്ഘാടനം പോലും നടത്താത്തതെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. എന്തായാലും ഇത് പൊതുജനങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞവർ ചുരുക്കമാണ്. അവർ മാത്രമാണ് ഇതുവഴി വാഹനങ്ങളുമായി ഇപ്പോൾ കടന്നു വരുന്നത്. കൊല്ലം നഗരത്തിലേക്ക് കടക്കാതെ ഈ ലിങ്ക് റോഡിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് ഈ ഭാഗം. എന്തായാലും നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വൈകുന്നേരം അടക്കം നിരവധിയായ നടത്തക്കാരടക്കം ഈ പ്രദേശത്തുള്ളതാണ്. എന്തായാലും ഈ പാലം തുറന്നു നൽകിയ സ്ഥിതിക്ക് അറിഞ്ഞായിരുന്നോ? അറിഞ്ഞുകൊണ്ട് വന്നതാണ്. ഇത് ഇപ്പം ആശ്വാസമാണ്. എങ്ങനെയുണ്ട്? നമ്മുടെയൊക്കെ വീട് തേവള്ളി പാലത്തിന്റെ അടുത്താണ് വീട്. ഇത് തുറന്നു തന്നതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് ചിന്നക്കടയിലോട്ട് വരാൻ വളരെ സുഖമായിരുന്നു. രാവിലെയാണ് അപ്രതീക്ഷിതമായി തുറന്നത്. അതെ. എന്തായാലും അപ്രതീക്ഷിതമായി ഈ പാലം തുറന്നു നൽകിയ സന്തോഷം ഓരോ ആൾക്കാർക്കും ഉണ്ട്. എന്തായാലും വാഹനങ്ങളുമായി ഇതുവഴി കടന്നു പോകാൻ കഴിയുന്നതിന്റെ ട്രാഫിക് പ്രശ്നമില്ലാതെ കടന്നു പോകാൻ സാധാരണ ഈ പാലം തുറന്നു നൽകാത്തതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നതാണ്. നീണ്ട നാളത്തെ കാത്തിരിപ്പാണ്. ഇങ്ങനെ പ്രതിഷേധമൊക്കെ ഉയർന്നാൽ സ്വാഭാവികമായും പിന്നീട് നമ്മൾ കാണാറുള്ളത് വലിയൊരു ഉദ്ഘാടന ചടങ്ങൊക്കെ നടത്തി നാട്ടുകാരെയൊക്കെ അറിയിച്ച് പാലം തുറന്നു കൊടുക്കുന്ന ഒരു രീതിയാണ് സാധാരണ അങ്ങനെ കാണാറുള്ളത്. ഇതെന്താണ് ഇങ്ങനെ ആരോടും പറയാതെ, നാട്ടുകാർ പോലും അറിയാതെ ഇങ്ങനൊരു ഉദ്ഘാടനം ഈ പാലം തുറന്നു നൽകുന്ന നടപടിയിലേക്ക് കടന്നു എന്തുകൊണ്ടാണ്? അതിൻ്റെ വിശദീകരണം എന്താണ് ബന്ധപ്പെട്ടവരുടെ? അരുൺരാജ്, വിജിത്ത്, ഈ പാലം തുറന്നു നൽകിയതുമായി ബന്ധപ്പെട്ട നിരവധിയായ തവണ പലരെയും വിളിച്ചു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ആരും ഒരു കൃത്യമായ മറുപടി പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. സ്ഥലം MLA അടക്കമുള്ളവർ അവരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇക്കാര്യത്തിൽ ഒരു വിശദീകരണത്തിന് ആരും തയ്യാറല്ല. എന്തായാലും കഴിഞ്ഞ ഒരു 3 മാസം മുമ്പാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത കൃത്യമായി നൽകിയിരുന്നു. ലിങ്ക് റോഡിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് ആ നവീകരണം പൂർത്തിയാക്കിയാൽ ഈ പാലം തുറന്നു നൽകുമെന്നായിരുന്നു. പക്ഷെ അപ്പോഴും നമ്മളടക്കം പ്രതീക്ഷിച്ചത് ഇത് സ്വാഭാവികമായും ഇത്ര വലിയൊരു പാലം, ഇത്ര ഗംഭീരമായി കോടികൾ ചെലവിട്ട് നിർമ്മിച്ച പാലം തുറന്നു നൽകുമ്പോൾ അത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ള സ്വാഭാവികമായ ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്, അല്ലെങ്കിൽ ഈ സർക്കാർ ഭരണകൂടത്തിനുണ്ട്. അവർ ചെയ്യുമെന്നായിരുന്നു. പക്ഷെ അത്തരമൊരു അറിയിപ്പോ ഒന്നും തന്നെ ഉണ്ടായില്ല. ഇന്ന് രാവിലെ JCB ഇവിടേക്ക് എത്തുന്നു. ഈ പാലം തുറന്നു കൊടുക്കുകയായിരുന്നു. തുറന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്ന സാധനങ്ങളടക്കം പൂർണ്ണമായും എടുത്തു മാറ്റി അത് തുറന്നു നൽകുന്ന സാഹചര്യമാണ്. സ്ഥിരമായി ഈ വഴി നടക്കാൻ വരുന്ന ആളാണോ? ഞാൻ ഇതിന്റെ പരിസരവാസിയാണ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇവിടെ നടക്കാറുണ്ട്. വൈകിട്ടോ നടത്തം അവസാനിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് ഇതുവഴി നടന്ന് നേരെ ആശ്രാമം മൈതാനത്ത് പോകാം. പിന്നെ നമുക്ക് ലിങ്ക് റോഡിലേക്ക് പോയാൽ മീൻ മേടിക്കാം. അതിന്റെ ഇപ്പുറത്ത് പാലം തുറന്ന് സന്തോഷമുള്ള കാര്യമല്ലേ? കാര്യം നമ്മുടെ പ്രദേശവാസികൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ നമുക്ക് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്ന ഉദ്ഘാടനം പോലും നടത്താതാണ് പാലം തുറന്നത്. ഉദ്ഘാടനം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്കൂടെ തന്നെ മറ്റേ കോൺഗ്രസ്സുകാരൊക്കെ കൂടെ തള്ളിക്കയറി ഇതിന്റെ ഇടയ്ക്കൂടെ അവർ നടത്തിയില്ലേ? ബിന്ദുകൃഷ്ണനെ പോലുള്ള ആൾക്കാരെല്ലാം കൂടെ തള്ളിക്കയറി. അവർ ഇപ്പൊ കുറച്ചു മുമ്പ് ഇതുവഴി യാത്ര ചെയ്യുന്നു. പാലം തുറക്കുന്ന എന്തെങ്കിലും അറിയിപ്പുണ്ടായിരുന്നു? ഇല്ല, ഇത് കഴിഞ്ഞ വള്ളംകളിക്ക് തുറക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഞങ്ങൾക്ക് ആരും നിർത്താൻ പോലും ഇവിടെ സംഭവിച്ചില്ല. അല്ല, വള്ളംകളിക്ക് ഒരു സൈഡ് തുറന്നു കൊടുത്ത് ആളുകളെ കയറ്റിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ എന്താ പറയുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലെന്നായിരുന്നു പറഞ്ഞിരുന്നത്. നമ്മുടെ ACP അഭിലാഷ് പറഞ്ഞിരുന്നത് ഇതിന് ഫിറ്റ്നസ് കിട്ടിയിട്ട് സന്തോഷമാണ്.
വളരെ സന്തോഷമാണ്, 100%. കാര്യം ആളുകൾ വളരെ ഹാപ്പിയാണ്. നമ്മുടെ ആളുകൾ നടക്കുന്നുമുണ്ട്. പിന്നെ ആളുകൾക്ക് ബസ് സ്റ്റാൻഡിലൊക്കെ വരുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് ഓലയിലേക്ക് എത്താനുള്ള വഴിയായി. തേവള്ളിയിലേക്ക് പോകാം, കടവൂരിലേക്ക് പോകാം. ഏറ്റവും റിജിത്ത്, നേരത്തെ ഈ പ്രദേശത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതിങ്ങനെ അടച്ചിട്ടിരിക്കുന്നുണ്ട് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി തന്നെ മാറിയിരുന്നു. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ പോലീസിനെ സംബന്ധിച്ചടക്കം ഉണ്ടായിരുന്നു. എന്തായാലും ലിങ്ക് റോഡ് അടക്കം നവീകരിച്ചതിന് പിന്നാലെയാണ് ഈ പാലം തുറന്നു കൊടുക്കാൻ ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. എന്തായാലും CPIM സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുമ്പോൾ തന്നെ ഈ പാലം തുറന്നു കൊടുത്തു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ പാലത്തോടുള്ള യാത്രയാണ് നമ്മൾ ഈ കാണുന്നത്, ദൃശ്യങ്ങളിൽ കാണുന്നത്. പാലം തുറന്നു നൽകി യാത്രക്കാർ അറിഞ്ഞവർ ഈ പാലത്തിലൂടെ യാത്ര തുടരുകയാണ്. ചെറിയ പാലമൊന്നുമല്ല, നല്ല ഗംഭീര പാലമാണ്, മനോഹരമായ പാലമാണ്. കൊല്ലം ലിങ്ക് റോഡ് മുതൽ ഓലയിൽ കടവ് വരെയുള്ള പാലമാണ് ഇപ്പോൾ ഗതാഗതത്തിനായി തുറന്നു നൽകിയിരിക്കുന്നത്. ശ്രദ്ധേയമാവുന്നത് ഈ പാലം തുറന്നു നൽകാത്തതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നേരത്തെ നടന്നതാണ്. നീണ്ട 3 വർഷത്തെ കാത്തിരിപ്പായിരുന്നു. എന്നിട്ടും ഈ ഉദ്ഘാടനം നടത്തുന്നില്ല, പാലം തുറന്നു നൽകുന്നില്ല എന്നുള്ള പരാതിയൊക്കെ വലിയ ആക്ഷേപമൊക്കെ ഉയർന്നതാണ്. എന്നിട്ടും ഈ പാലം നാട്ടുകാരെ പോലും അറിയിക്കാതെ, വലിയ പ്രചാരണമൊന്നും ഇല്ലാതെ ആ പാലം ഇപ്പോൾ തുറന്നു നൽകിയിരിക്കുകയാണ്. എന്തായാലും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ തീരുമാനമാണ്. അതിൻ്റെ സന്തോഷം അവർ പങ്കുവെക്കുകയും ചെയ്യുന്നു. അരുൺരാജ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആ പാലത്തിന് മുകളിൽ നിന്ന്. ബസ് ജീവനക്കാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും തമ്മിലുള്ള തർക്കം പലപ്പോഴായി നാം കാണാറുള്ളതാണ്. കഴിഞ്ഞ ദിവസവും സമാനമായൊരു വാർത്ത വന്നത് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും. അത് താനൂരിൽ നിന്നായിരുന്നു. ബസ് കാത്തു നിൽക്കുന്ന യാത്രക്കാരെ ഓട്ടോയിൽ കയറ്റി എന്നാരോപിച്ചുകൊണ്ടാണ് അന്ന് ആക്രമണം നടന്നത്. അതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. പ്രേക്ഷകർ അത് ഓർക്കുന്നുണ്ടാകും എന്നാണ് കരുതുന്നത്. പക്ഷേ ഇന്നുണ്ടായ സംഭവം അത് വലിയ ഞെട്ടലുണ്ടാക്കുന്നതാണ്. മലപ്പുറം കോഡൂരിൽ ബസ് ജീവനക്കാരുടെ മർദ്ദനമേറ്റ ഓട്ടോ ഡ്രൈവർ മരിച്ചു. മാണൂർ സ്വദേശി അബ്ദുൽ ലത്തീഫാണ് ആശുപത്രിയിൽ എത്തിയ ഉടനെ കുഴഞ്ഞു വീണ് മരിച്ചത്. ഓട്ടോ ഡ്രൈവർ നേരിട്ടത് അതിക്രൂര മർദ്ദനം എന്നാണ് അതിൻ്റെ ദൃക്സാക്ഷികളൊക്കെ വെളിപ്പെടുത്തുന്നത്. ബസ് സ്റ്റോപ്പിൽ നിന്ന് ആളെ കയറ്റി എന്നാരോപിച്ചാണ് ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ബസ് ജീവനക്കാർ ഓട്ടോറിക്ഷ ഡ്രൈവറെ മർദ്ദിച്ചത്. പിന്നാലെ ഒതുങ്ങലിൽ വലിയ പ്രതിഷേധം ഇന്ന് നമ്മൾ കണ്ടു. ഓട്ടോറിക്ഷ തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് സ്വകാര്യ ബസ് തടഞ്ഞു പ്രതിഷേധിച്ചത് വലിയ സംഘർഷാവസ്ഥയാണ് സൃഷ്ടിച്ചത്. ലത്തീഫിനെ മർദ്ദിക്കുന്ന ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങളും ഇന്ന് പുറത്തു വന്നു. ഒതുക്കുങ്ങലിലെ ഈ ഓട്ടോ സ്റ്റാൻഡിലാണ് വർഷങ്ങളായി അബ്ദുൽ ലത്തീഫ് വാഹനം നിർത്തിയിരുന്നത്. ഇന്ന് രാവിലെയും ഓട്ടോറിക്ഷയുമായി ഇവിടെ എത്തി. പക്ഷേ പിന്നീട് നടന്ന സംഭവങ്ങൾ ലത്തീഫിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടാൻ കാരണമായോ എന്നതാണ് നിർണായകമായ ചോദ്യം. ഓട്ടോ ഡ്രൈവർ അബ്ദുൽ ലത്തീഫിനെ ബസ് ജീവനക്കാർ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങളാണിത്. കയ്യിൽ ആയുധവും കാണാം. മർദ്ദനമേറ്റ ശേഷം മലപ്പുറം താലൂക്ക് ആശുപത്രിയിലേക്ക് ഓട്ടോ ഓടിച്ചെത്തിയ ലത്തീഫ് അവിടെ വെച്ച് കുഴഞ്ഞു വീണു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചു. മർദ്ദനത്തിൽ നെഞ്ചിനും കഴുത്തിനും സാരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിവരം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. ജാക്കി ലിവർ വെച്ച കണ്ട് അടിച്ചിട്ടുണ്ട്, കഴുത്തിലൊക്കെ മുറിയായിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഇവൻ തന്നെ വണ്ടിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാണെന്ന് പറഞ്ഞു. കഴുത്തിലും മറ്റൊക്കെ നല്ല മുറിയുണ്ട്, മേത്തൊക്കെ മുറിയുണ്ട്. കാരണം നല്ല ആ ലിവറായിട്ടാണല്ലോ അടിച്ചിട്ടുണ്ട് ജാക്കിൻ്റെ. ഒരു 3 ആളും കൂടി ചേർന്നാണ് അടിച്ചിട്ടുണ്ട്. ഡ്രൈവറും ക്ലീനറും കണ്ടക്ടറും കൂടി ആയിരിക്കും. ഒരു 3 ആളാണ് ഒരാളെ ചേർന്നടിച്ചത്. ശേഷം ലത്തീഫിന്റെ ഓട്ടോ സ്റ്റാൻഡായ ഒതുക്കുങ്ങലിൽ സ്വകാര്യ ബസ്സുകൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ തടഞ്ഞു. ഏറെ നേരം സംഘർഷാവസ്ഥ. സ്വകാര്യ ബസ്സുകളാണിത് ചെയ്തത്. അതുകൊണ്ട് സ്വകാര്യ ബസ്സുകൾ ഓടണ്ട. അതന്നെ, ഇത് ഒരു ഡ്രൈവർ ആദ്യമായിട്ടാണ് അടിച്ചു കൊല്ലണത്. ഇതുവരെ അങ്ങോട്ടായിട്ടില്ല. നിങ്ങൾ സോൾവ് ആക്കാണ്ട് ഒരു ജാക്കി ലീവർ എടുത്ത് തലക്കടിക്കാന്ന് പറഞ്ഞാൽ എന്താ? ലത്തീഫിനെ മർദ്ദിച്ച PTB ബസ്സിലെ 3 ജീവനക്കാരെ മലപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബസ്സിൽ കയറാനുള്ള യാത്രക്കാരെ ഓട്ടോയിൽ കയറ്റുന്നുവെന്നാരോപിച്ച് ഓട്ടോ ഡ്രൈവറെ സ്വകാര്യ ബസ് ജീവനക്കാർ മർദ്ദിക്കുന്നത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. ഇന്നലെ താനൂരിലും സമാനമായ സംഭവമുണ്ടായി. ബസ് കാത്തു നിൽക്കുന്ന യാത്രക്കാരെയാണ് ഓട്ടോയിൽ കയറ്റിയതെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇന്നലെ അടിച്ചത്. കയ്യൂക്കിന്റെ ബലം നിരത്തിൽ കാണിക്കരുത്. ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാനാണ് ഈ മുച്ചക്രം ഓടിക്കുന്നവരും വരുന്നത് എന്ന് ബസ്സുകാരും ഓർക്കണം. ആ ബോധം വരുന്നില്ലെങ്കിൽ കർശന ശിക്ഷാ നടപടി തന്നെയാണ് പ്രതിവിധി. വിപിൻ സി വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. ഞെട്ടിക്കുന്ന സംഭവമാണ് മലപ്പുറത്തുണ്ടായിരിക്കുന്നത്. ഈ ഓട്ടോ ഡ്രൈവറെ പിന്തുടർന്ന് ഈ ബസ് ജീവനക്കാർ പിന്തുടർന്നെത്തി
മാരകായുധങ്ങൾ ഉപയോഗിച്ച് അതിക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഓട്ടോയിൽ കയറണോ ബസ്സിൽ കയറണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് യാത്രക്കാരാണ്. അതിന് ചില രീതികളൊക്കെ ഉണ്ടെങ്കിൽ കൂടി അതിനെ ചൊല്ലി ഒരു തർക്കമുണ്ടാവുക, അതിലൊരു ജീവൻ നഷ്ടമാവുക എന്നൊക്കെ പറയുന്നത് വളരെ വേദനാജനകമാണ്, പ്രതിഷേധാർഹമാണ്. കർശനമായ നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. പൊതുജനങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് കൂടി കേൾക്കാം. അതിലേക്ക് അപ്പോൾ ഈ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നതോടൊപ്പം ഇരയ്ക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യം. മുമ്പും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ട് അതിനൊന്നും നീതി ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു ശക്തമായ പ്രതിഷേധം നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. 20 രൂപക്ക് ഒരു ആളെ ഓട്ടോറിക്ഷയിൽ കയറ്റിയതിനാണ് അയാളെ തല്ലിക്കൊന്നത്. അതും ബസ് സ്റ്റാൻഡിലല്ല, ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ നിന്ന് മാത്രം എടുക്കാൻ നിർവാഹമുള്ളൂ എന്ന് പറഞ്ഞു. പശുക്കളെ ഇറക്കുന്ന മാതിരിയായിട്ട് മനുഷ്യൻ്റെ കാര്യങ്ങളെല്ലാം മനുഷ്യന് വിലയില്ലാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. കുട്ടികളായാലും മുതിർന്നവരായാലും. ഇപ്പോൾ ഇന്ന് ചെയ്തത് മുതിർന്നവരാണ്, 2 ദിവസം മുന്നേ ചെയ്തതൊക്കെ പ്രായപൂർത്തിയാവാത്ത കുട്ടികളും കാര്യങ്ങളും ഇതൊക്കെയാണ്. ഇത് രണ്ടാമത്തെ സംഭവം. ഇന്നലെ തിരുവരങ്ങാടി ഇതുപോലെ തന്നെ സംഭവം നടന്നിട്ടുണ്ട്. നാളെ ഞങ്ങൾക്കൊക്കെ എന്ത് സുരക്ഷയാണ് സാറുമാർ തരാനുള്ളത്? നീതിപീഠം എന്ത് സുരക്ഷയാണ് തരാനുള്ളത്? ചെറിയൊരു ഇടവേളയിലേക്ക് പോകാനുള്ള സമയമായിരിക്കുകയാണ്. ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് കമന്റ് ബോക്സിലേക്ക് ഒന്ന് പോകാം. വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർ അവരുടെ പ്രതികരണങ്ങൾ അറിയിക്കുന്നുണ്ട്. ഈ മലപ്പുറത്ത് ഓട്ടോ ഡ്രൈവറെ അതിക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവം വലിയ പ്രതിഷേധം പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉയർന്നു കാണുന്നുണ്ട്. കർശനമായ നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്ന ആവശ്യം പ്രേക്ഷകർ ഉയർത്തുന്നുണ്ട്. ജയചന്ദ്രനെ പോലുള്ള പ്രേക്ഷകർ അടിക്ക് തിരിച്ചടി എന്ന നിലയിലേക്ക് നമ്മൾ പോകുന്ന അവസ്ഥ ശരിയല്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടുന്നു. വസന്തകുമാരിയെ പോലുള്ള പ്രേക്ഷകർ എന്തൊരു കഷ്ടം, എന്തൊരു ക്രൂരതയാണ് ഈ ബസ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായത്, കർശനമായ നടപടി ആ വിഷയത്തിൽ വേണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കൊല്ലം ലിങ്ക് റോഡ് മുതൽ ഓലയിൽ കടവ് വരെയുള്ള പാലം ഗതാഗതത്തിനായി തുറന്നു നൽകി. അതുമായി ബന്ധപ്പെട്ട് നീണ്ട 3 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഈ പാലം നാട്ടുകാരെ പോലും അറിയിക്കാതെ വളരെ പെട്ടെന്ന് തുറന്നു നൽകിയത്. അതുമായി ബന്ധപ്പെട്ട് ചില പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്ന ഉദ്ഘാടനം നടത്തിയാൽ എന്ത്, നടത്തിയില്ലെങ്കിൽ എന്ത്, ആ പാലം തുറന്നു നൽകുക, ജനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യാനുള്ള അവസരമൊരുക്കുക എന്നതാണ് പ്രധാനം. അത് വലിയ ചർച്ചയാക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ചില പ്രേക്ഷകർ പറയുന്നുണ്ട്. പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക് വീണ്ടും. CPM സംസ്ഥാന സമ്മേളനത്തിൽ PP ദിവ്യയ്ക്ക് രൂക്ഷ വിമർശനം. ADMK നവീൻ ബാബുവിനെ വിമർശിച്ച PP ദിവ്യയുടെ നടപടി പാർട്ടിക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. പത്തനംതിട്ട, കോട്ടയം ജില്ലാ കമ്മിറ്റികളിലെ പ്രതിനിധികളാണ് വിമർശനം ഉന്നയിച്ചത്. അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺരാജ്, പാർട്ടിയെ വലിയ പ്രതിരോധത്തിലാക്കിയ വിഷയമാണത്. സമ്മേളനത്തിൽ ചർച്ചയാവുന്നത് എങ്ങനെ, വിമർശനം എങ്ങനെ അരുൺരാജ്? CPM-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയെ കൂടാതെ CPM-നെ സംസ്ഥാന തലത്തിൽ തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയതാണ് ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യ. ആ നവീൻ ബാബുവിന്റെ ആത്മഹത്യയാണ് ഇന്ന് CPM-ന്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രതിനിധി ചർച്ചയിൽ ഉയർന്നു വന്നത്. ഈ പ്രവർത്തന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് ADM നവീൻ ബാബുവിനെതിരായ PP ദിവ്യയുടെ പരാമർശം അത് പാർട്ടിക്ക് വലിയ പ്രതിസന്ധി തന്നെ ഉണ്ടാക്കിയെന്ന ആരോപണം തന്നെ മുന്നോട്ട് വരുന്നത്. കോട്ടയം, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് സംസാരിച്ചവരാണ് PP ദിവ്യയുടെ നടപടി തെറ്റായി പോയെന്നും അത് പാർട്ടിക്ക് സംസ്ഥാനത്തിൽ തന്നെ വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നതായിരുന്നു എന്നും ചൂണ്ടിക്കാട്ടുന്നത്. ഇക്കാര്യത്തിൽ പാർട്ടി സ്റ്റേറ്റ് ലീഡർഷിപ്പ് എടുത്ത നിലപാടിൽ ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം കൂടി ഈ പ്രതിനിധികൾ ചർച്ചയിൽ മുന്നോട്ട് വെച്ചു. എന്തായാലും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ADM നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം നിന്നത് സംസ്ഥാനത്ത് ഉയർന്നു വന്ന മറ്റ് പ്രശ്നങ്ങളെ പ്രതിരോധിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ള നിലപാടാണ് ഇന്നത്തെ പ്രതിനിധി സമ്മേളനത്തിൽ ചർച്ചയിൽ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. എന്തായാലും ADM നവീൻ ബാബുവിന്റെ മരണം, ആത്മഹത്യ അത് ഈ സമ്മേളനത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ വിഷയം. അരുൺരാജ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊല്ലത്ത് നിന്ന്. വിവാഹ സൽക്കാര ചടങ്ങുകളിൽ നിന്ന് പ്ലാസ്റ്റിക് വെള്ളക്കുപ്പികൾ ഒഴിവാക്കണമെന്ന് ഹൈക്കോടതി. പകരം ഗ്ലാസ് കുപ്പികൾ ഉപയോഗിക്കണമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയാണ് നിർദ്ദേശം. ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഈ വിവാഹ സൽക്കാര പാർട്ടികളിലൊക്കെ വ്യാപകമായി നമ്മൾ കാണുന്നതാണ് ഈ പ്ലാസ്റ്റിക് വെള്ളക്കുപ്പികളാണ് ഉപയോഗിക്കാറുള്ളത്. ഈ വിവാഹ സൽക്കാര പരിപാടികളിൽ മാത്രമല്ല പല പൊതുപരിപാടികളിലും സമാനമായ കാഴ്ച കാണാറുള്ളതാണ്. ഒരു നല്ല നിർദ്ദേശം എന്ന നിലയിൽ കോടതി മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ എന്താണ്, വിശദാംശങ്ങൾ എന്താണ് ശ്രീകാന്ത്? ഈ വിവാഹ സൽക്കാര ചടങ്ങുകളിൽ നിന്നും പ്ലാസ്റ്റിക് വെള്ളക്കുപ്പികൾ ഒഴിവാക്കണം എന്ന് ഒരു സതുദ്ദേശപരമായ നിർദ്ദേശം കോടതിയിൽ നിന്നും വന്നിട്ടുണ്ട്. പകരം ഗ്ലാസ് വെള്ളക്കുപ്പികൾ ഉപയോഗിക്കണമെന്നും പുനരുപയോഗമില്ലാത്ത പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നതിന് കർശന നടപടി വേണമെന്നും കോടതി ഇപ്പോൾ നിർദ്ദേശിക്കുന്നു. പ്ലാസ്റ്റിക് വെള്ളക്കുപ്പി നിരോധനം എങ്ങനെ പ്രായോഗികമായി നടപ്പാക്കാനാകും എന്ന് ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുമ്പോഴാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. 100 പേരിൽ കൂടുതൽ പങ്കെടുക്കുന്ന ചടങ്ങിൽ പ്ലാസ്റ്റിക് ഉപയോഗത്തിന് ലൈസൻസ് വേണമെന്നും ഇത് നൽകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അതിന് അധികാരമുണ്ടെന്നും സർക്കാർ പറയുന്നു. സൽക്കാര ചടങ്ങുകളിൽ 1/2 ലിറ്റർ വെള്ളക്കുപ്പികൾ ഉപയോഗിക്കുന്നതിന് നിരോധനമുണ്ടെന്നും നിലവിൽ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഈ ട്രാക്കുകളിൽ മാലിന്യം നിക്ഷേപിക്കുന്ന സംഭവത്തിൽ റെയിൽവേക്ക് രൂക്ഷ വിമർശനം ഇന്നുണ്ടാവുകയും ചെയ്തു.
എസ് ശ്രീകാന്ത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നിർദ്ദേശം ഉയർന്നു വന്നിരിക്കുന്നത്. എസ് ശ്രീകാന്ത് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് എറണാകുളം കുന്നത്തുനാട് വെമ്പള്ളിയിലെ അനധികൃത തെരുവ് നായ ഷെൽട്ടർ ഹോമിനെ പറ്റിയുള്ള വാർത്തകൾ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. 60 തെരുവ് നായ്ക്കളാണ് ഇവിടെയുള്ളത്. അസഹ്യമായ ദുർഗന്ധവും നായകളുടെ ഊരിയിടലും സഹിക്കാനാവാതെ വന്നതോടെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുമ്പോഴും ജില്ലാ ഭരണകൂടത്തിന്റെ നടപടി പക്ഷേ വൈകുകയാണ്. തെരുവ് നായ്ക്കളെ പാർപ്പിച്ചിരിക്കുന്നത് നിയമവിരുദ്ധമായിട്ടാണ് എന്ന് അധികാരികളും പറയുന്നുണ്ട്. പക്ഷേ നടപടി ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. മൃഗസ്നേഹത്തിനോ മനുഷ്യരുടെ സ്വച്ഛമായി ജീവിക്കുവാനുള്ള അവകാശത്തിനോ കൂടുതൽ പ്രാധാന്യം എന്ന ചോദ്യത്തിൽ നിന്ന് തുടങ്ങുന്നതാണ് വെമ്പള്ളിയിലെ നാട്ടുകാരുടെ പ്രതിഷേധവും അതിനെതിരെ ഉയരുന്ന മൃഗസ്നേഹികളുടെ ശബ്ദവും. ഒരു മാസം മുൻപാണ് റാന്നി സ്വദേശിയായ വീണ ജനാർദ്ദനൻ കുന്നത്തുനാട് വെമ്പള്ളി സ്വദേശി ജോർജിന്റെ ഇരുനില വീട് 11 മാസത്തേക്ക് വാടകയ്ക്കെടുക്കുന്നത്. വീട്ടിലിപ്പോൾ 60 തെരുവ് നായ്ക്കളെയാണ് പാർപ്പിച്ചിരിക്കുന്നത്. ദുർഗന്ധവും നായ്ക്കളുടെ ഊരിയിടലും അസഹ്യമായപ്പോൾ നാട്ടുകാർ പ്രതിഷേധിച്ചു. നാട്ടുകാർക്കും ഞങ്ങൾക്കെല്ലാം എല്ലാവരും ഒന്നിച്ച് ഒത്തൊരുമിച്ച് എല്ലാ സ്ത്രീകളടക്കം എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു 3 ദിവസങ്ങളായിട്ട് ഇത് അഡിക്റ്റായിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നു. ഇവരോട് എന്ത് പറഞ്ഞാലും മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പോൾ ആ സ്ത്രീ കാണിച്ച വ്യവസ്ഥകൾ. ഞങ്ങൾ നാട്ടിൽ ജനിച്ചു വളർന്ന ആൾക്കാരാണ്. 15 വർഷങ്ങളായിട്ട് ഇവിടെ ജീവിക്കുന്ന ഞങ്ങൾ സംയുക്തമായിട്ടാണ് ഇതിവിടെ കൊണ്ടുപോകണ വരെ ഞങ്ങൾ സമരം ചെയ്യും. വീടിനുള്ളിലേക്ക് നാട്ടുകാരെയോ പോലീസിനെയോ പഞ്ചായത്ത് അധികൃതരെയോ കടക്കുവാൻ മൃഗസ്നേഹികൾ എന്ന് അവകാശപ്പെടുന്ന വാടകക്കാർ അനുവദിച്ചില്ല. നായ്ക്കളെ വളർത്തുവാൻ നിയമപരമായി തങ്ങൾക്ക് അവകാശമുണ്ടെന്നാണ് വാദം. നായ്ക്കളെ അവിടെ നിന്നും മാറ്റുവാൻ ഏകദേശം ധാരണയായിട്ടുണ്ട്. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ സ്ഥലം സന്ദർശിക്കും. മൂവാറ്റുപുഴ RDOയോട് CRPC 133 പ്രകാരം കേസെടുക്കാൻ കളക്ടർ നിർദ്ദേശം നൽകി. ഉടമയായ വീണ ജനാർദ്ദനന് നായ വളർത്തൽ കേന്ദ്രം തുടങ്ങാൻ ലൈസൻസ് ഇല്ല. കുന്നത്തുനാട് MLA PV ശ്രീനിജന്റെ നേതൃത്വത്തിൽ വീട് ആക്രമിച്ചെന്നും മതിൽ തകർത്തെന്നുമുള്ള ആരോപണത്തിൽ പ്രതികരണവുമായി MLA രംഗത്ത് വന്നു. ജനപ്രതി എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ചെന്നു എന്നുള്ള സത്യമാണ്. ആ സമയത്താണ് ഇതിന്റെ ഉടമസ്ഥന്റെ മകൻ അവിടെ വരികയും അയാൾക്ക് ഈ പ്രിമൈസസിലേക്ക് വീട്ടിലേക്ക് കയറണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ അവരതിനെ പോലും സമ്മതിച്ചില്ല. സ്വാഭാവികമായിട്ടും ആ ഉടമസ്ഥന്റെ മകനാണ് മതിൽ ചാടിക്കിടന്ന് അകത്ത് കയറി പരിശോധിച്ചത്. താൽക്കാലികമായി മാത്രമേ കോലഞ്ചേരി ABC ഷെൽട്ടറിലേക്ക് നായ്ക്കളെ മാറ്റാൻ കഴിയൂ. അതും തീരുമാനമായിട്ടില്ല. നായ്ക്കളെ ഇവിടെ നിന്നും മാറ്റുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം. സർക്കാർ നിയന്ത്രിത ഷെൽട്ടറുകൾ തെരുവു നായ്ക്കൾക്ക് ഇല്ലാത്തതാണ് പ്രധാന പ്രതിസന്ധി. അത് സംസ്ഥാനത്തുടനീളമുള്ള തെരുവുനായ ശല്യത്തിൽ നിഴലിക്കുന്നുമുണ്ട്. അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. അബ്ദുൽ സമദ് എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ കമന്റ് ബോക്സിൽ കുറിക്കുന്നത്, എൻ്റെ പേരക്കുട്ടിയുടെ ഒരു പാട്ട് ഞാൻ 24ൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചിട്ടുണ്ട്. അതൊന്ന് 24ലേക്ക് ഇടാമോ, അതൊന്ന് 24 സംപ്രേഷണം ചെയ്യാമോ? എൻ്റെ പേരക്കുട്ടിയെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയാണ് എന്നാണ് അബ്ദുൽ സമദ് പറയുന്നത്. അബ്ദുൽ സമദിനോട് പറയാനുള്ളത്, നമ്മുടെ ഓരോ പരിപാടികൾക്കും ഓരോ സ്വഭാവമുണ്ട്. പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടി അത് ജനകീയ പ്രശ്നങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനും അത്തരം വിഷയങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് പെടുത്താനുമുള്ളതാണ്. അതിനിടയിൽ നമ്മൾ ഇങ്ങനെയൊരു പാട്ട് സംപ്രേഷണം ചെയ്താൽ അതൊരു പക്ഷേ അഭംഗിയാവാൻ സാധ്യതയുണ്ട്. എന്തായാലും നമ്മൾ ആ പാട്ട് കേൾക്കാം. മറ്റേതെങ്കിലും ബുള്ളറ്റിനുകളിലൂടെ നമുക്കത് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം ആലോചിക്കുകയും ചെയ്യാം. കമന്റ് ബോക്സിൽ ഒരുപാട് പ്രേക്ഷകർ വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള കമൻറ്റുകൾ അറിയിക്കുന്നുണ്ട്. അതിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ ബസ് ജീവനക്കാർ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് കർശനമായ നടപടി വേണം എന്നാവശ്യപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യമൊന്നു തന്നെയാണ്, ഇതിൽ കർശനമായ നടപടി വേണം, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല, അതിന് മാതൃകാപരമായ ശിക്ഷ ഉണ്ടാകണം എന്നുള്ളതാണ്. അതിൽ ഓരോ കമൻറ്റുകളായി വായിക്കുന്നില്ല, കാരണം ഒരുപാട് പ്രേക്ഷകർ ആ വിഷയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കൊച്ചിക്ക് സമാനമായി അടൂരിലും പട്ടി വളർത്തൽ കേന്ദ്രം. വീടിനോട് ചേർന്നുള്ള കെട്ടിടത്തിൽ വളർത്തുന്നത് 140ഓളം നായ്ക്കളെയാണ്. ഇവിടെയും നായ് വളർത്തൽ കേന്ദ്രത്തിന് ലൈസൻസ് ഇല്ല എന്നതാണ് പ്രത്യേകത. നായ്ക്കളുടെ കുരയും അസഹനീയമായ ഗന്ധവും കാരണം ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പ്രതിഷേധവുമായി നാട്ടുകാർ ഈ വീടിന് മുന്നിൽ ഒത്തുകൂടിയതോടെ ആത്മഹത്യാ ഭീഷണി മുഴക്കുകയാണ് നായയെ വളർത്തുന്ന അമ്മയും മകനും. അടൂരിനടുത്ത് അന്തിച്ചിറയിൽ വീട് വാടകയ്ക്കെടുത്താണ് പട്ടി വളർത്തൽ കേന്ദ്രം നടത്തുന്നത്. ഈ കേന്ദ്രം നാട്ടുകാർക്ക് ആകെ തലവേദനയായിരിക്കുകയാണ്.
അടൂർ അന്തിച്ചിറയിൽ 2 വീടുകൾ വാടകയ്ക്കെടുത്താണ് പട്ടി വളർത്തൽ കേന്ദ്രം. കോഴഞ്ചേരി സ്വദേശിയായ സന്ധ്യയും മകനുമാണ് വാടക വീട്ടിൽ നായ്ക്കളെ വളർത്തുന്നത്. പട്ടികളുടെ കുരയും അസഹനീയ ഗന്ധവും കാരണം ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയെന്ന് പ്രദേശവാസികൾ. പട്ടിയെ മാറ്റുക മാത്രമല്ല, ഇല്ലെങ്കിൽ ഈ നാട്ടിലുള്ള ഈ ചുറ്റുവട്ടത്തിൽ 100 മീറ്റർ ചുറ്റുള്ള സകല വീട്ടുകാർ ഇവിടുന്ന് കളഞ്ഞിട്ട് പോകേണ്ടി വരും. വലിയ ബുദ്ധിമുട്ടേ ഉണ്ട്, ഒരു തരത്തിലും ഒക്കത്തില്ല. രാത്രി 12 മണി മുതൽ രാവിലെ 6 മണി മുതൽ രാത്രി 12 മണി വരെ മനുഷ്യൻ ഉറങ്ങുന്നില്ല. ഇത് ഭയങ്കരമായ സ്മെല്ല, നമുക്കൊക്കെ ശ്വാസമുട്ടലാണ് ഉണ്ടാകുന്നത്. ഇവിടെ ഇപ്പോൾ 2 മിനിറ്റ് തന്നെ നിന്നിട്ട് ഒരു തരത്തിലും ഒക്കത്തില്ല. പല പ്രാവശ്യം പഞ്ചായത്ത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യം. പഞ്ചായത്തിന്റെയോ മറ്റ് വകുപ്പുകളുടെയോ അനുമതിയില്ലാതെയാണ് പട്ടി വളർത്തൽ കേന്ദ്രം പ്രവർത്തിക്കുന്നതെന്ന് ഏറാത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് രാജേഷ്. പഞ്ചായത്ത് ലൈസൻസ് ഇല്ല, ചട്ടവിരുദ്ധമാണ്. ഈ മാസം 20-ാം തീയതിക്കുള്ളിൽ ഇവിടുന്ന് മാറിത്തരാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ എപ്പോൾ വേണമെങ്കിലും ലൈസൻസ് എടുക്കാമെന്ന് പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റും വീട്ടുടമയുടെ മകനും തമ്മിൽ വാക്തർക്കം. ലൈസൻസ് ഉണ്ടോ ഇല്ലയോ, ലൈസൻസ് ഉണ്ടോ ഇല്ലയോ പറയും. ഇതിന് നിങ്ങൾ ഈ പറഞ്ഞ ലൈസൻസ് ഇപ്പൊ എടുക്കാം, നിലവിൽ ലൈസൻസ് ഉണ്ട്. എങ്ങനെ ലൈസൻസ് ഇപ്പൊ വരുന്ന ഇവിടെ ലൈസൻസ് ഇല്ല. ലൈസൻസ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പട്ടികളെ സംരക്ഷിക്കുകയാണെന്നാണ് വീട്ടുകാരുടെ അവകാശവാദം. നാട്ടുകാർ പട്ടി വളർത്തൽ കേന്ദ്രത്തിന് മുന്നിൽ തടിച്ചുകൂടിയതോടെ ആത്മഹത്യാ ഭീഷണി മുഴക്കി സന്ധ്യയും മകനും. ഞങ്ങൾക്ക് വീടെടുത്ത് പോകാനായിട്ട് സാഹചര്യം വന്നാൽ നാട്ടുകാരായിട്ട് ഉണ്ടാക്കിയാൽ ഞങ്ങൾ പോകും, അവരെ വളർത്തും. ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ആത്മഹത്യ ചെയ്തിരിക്കും. തൽക്കാലം നായ്ക്കളുമായി മാറി താമസിച്ചാൽ നിർവാഹമില്ലെന്നും കുറച്ച് സമയം ലഭിച്ചാൽ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാമെന്നും സന്ധ്യ പറയുന്നു. അടിയന്തരമായി പട്ടി വളർത്തൽ കേന്ദ്രം ഇവിടെ നിന്ന് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പഞ്ചായത്ത് ഉൾപ്പെടെ നോട്ടീസ് നൽകുകയും ചെയ്തു. എന്നാൽ വീട്ടുടമ ഇവിടെ നിന്ന് മാറാൻ തയ്യാറാണെന്നും അതിനുള്ള സമയം തങ്ങൾക്ക് അനുവദിക്കണമെന്നുമാണ് പറയുന്നത്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം എ വി ജയശങ്കർ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. പലപ്പോഴും പല റോഡുകളുടെയും ശോചനീയാവസ്ഥ, അധികാരികളുടെ അനാസ്ഥ, ഇതൊക്കെ പൊതുജനം കഴുതിയല്ല സാർ എന്ന ഈ പരിപാടി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സന്തോഷം നൽകുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. 9 വർഷത്തിനു ശേഷം ശാപമോക്ഷം കിട്ടിയ ഒരു റോഡിന്റെ കഥയിലേക്കാണ് ഇനി. വാർഡ് മെമ്പറാണ് കഥയിലെ നായകൻ. കഥാപരിസരം കാണാൻ കണ്ണൂർ പെരിങ്ങോം വരെ ഒന്ന് പോകാം. പെരിങ്ങോം വയക്കര പഞ്ചായത്തിൽ 3 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡിന്റെ പഴയ ദൃശ്യമാണ് ഈ കണ്ടത്. പെരിങ്ങോം സ്കൂൾ കൊരങ്ങാട് ലിങ്ക് റോഡ്. റോഡ് നവീകരണത്തിനുള്ള ഫണ്ട് പാസാക്കിയെടുക്കാൻ 14-ാം വാർഡ് മെമ്പർ ഷജീർ ഇക്ബാൽ പല ശ്രമങ്ങളും നടത്തി. ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും കയറി ഇറങ്ങി. എന്നാൽ ഒരു സഹായവും ലഭിച്ചില്ല. പക്ഷേ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് റോഡ് നിർമ്മിക്കുമെന്ന് നാട്ടുകാർക്ക് നൽകിയ വാക്ക് ഷജീർ പാലിച്ചു. ഈ പഞ്ചായത്ത് മെമ്പർ വരുന്നതിന് മുമ്പ് തന്നെ തരിപ്പണമായിരുന്നു. ആ സമയത്ത് ഉള്ള മെമ്പർ ഈ റോഡിനെ തിരിഞ്ഞ് നോക്കിയിട്ടേ ഇല്ല. അപ്പോൾ ഈ പഞ്ചായത്ത് മെമ്പർ ചെയ്തത് പുണ്യം തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. സന്തോഷവും ആഹ്ലാദവും അതുപോലെ അമർഷവും എല്ലാം ഒരുപോലെ മനസ്സിൽ നിറഞ്ഞു വരുന്ന ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ. എല്ലാ മെമ്പർക്കും ഒരു മാതൃകയായിട്ടുള്ളൊരു മെമ്പറായി ഈ ഷജീർ ഇക്ബാൽ ഇന്ന് മാറിയിരിക്കുന്നു എന്ന് വളരെ അഭിമാനത്തോടെ പറയും. അദ്ദേഹത്തെ എത്ര പ്രശംസിച്ചാലും അഭിനന്ദിച്ചാലും മതിയായില്ല എന്ന് കൂടി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇദ്ദേഹത്തിന് ഉറക്കില്ല, അത്രയധികം പ്രയാസകരമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ സാമ്പത്തികത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ ആ പയ്യൻ, ആ ചെറുപ്പക്കാരൻ ആക്രിച്ചലഞ്ഞെടുത്തു. അതുകൊണ്ട് ജനങ്ങളുടെ നല്ല തരത്തിലുള്ള പങ്കാളിത്തവും പൂർണ്ണ സഹകരണവും മെമ്പർക്കുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. സ്ക്രാപ്പ് ചലഞ്ച് നടത്തി പണം സ്വരൂപിച്ചു, സുമനസ്സുകൾ സഹായിച്ചു. എന്നാൽ നിർമ്മാണം പൂർത്തിയാക്കാൻ ആവശ്യമായ 6 ലക്ഷം രൂപ കിട്ടിയില്ല. അങ്ങനെ ആകെ തുകയുടെ 40% കടം വാങ്ങി മെമ്പർ കയ്യിൽ നിന്ന് മുടക്കി. നമ്മൾക്കിതിങ്ങനെ നമ്മളൊരു ജനപ്രതിനിധിയായി അതിനു മുമ്പേ ഒരു 5 വർഷം ഇങ്ങനെ തന്നെയാണ് കടന്നത്. പക്ഷേ നമ്മൾ ജനപ്രതിനിധിയായിട്ടും ഇതിലൊരു മാറ്റമില്ല എന്നുള്ളത് കാണുമ്പം അതൊരു സ്വയം വിമർശനം കൂടിയാണല്ലോ നമുക്ക്. ഏതായാലും ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഇതിനൊരു പരിഹാരം കാണുന്നുള്ളൊരു നിശ്ചയം എന്താ മുമ്പേ ഉള്ളതാണ്. ഞാൻ ദിവസം കാണുന്നതാണല്ലോ ചെറിയ കുട്ടികൾക്ക് ഒരു സ്കൂളിലേക്ക് ഇപ്പം മഴ പെയ്യുമ്പോൾ അറിയാം ഇതിൻ്റെ ഒരു ദുരിതം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഒരുപാട് പരിമിതികളും സാങ്കേതിക തടസ്സവും ഫണ്ട് ലഭിക്കാത്തതിൻ്റെ പരാതികളൊക്കെ ഉണ്ട്.
ഈ കാണുന്നത് ഒരു 450 മീറ്റർ നീളമുള്ള റോഡ് മാത്രമല്ല, ഒരു ജനപ്രതിനിധിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകം കൂടിയാണ്. കണ്ണൂർ പെരിങ്ങോത്ത് നിന്നും നാജി ഒമറിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. മെമ്പർ ഷജീർ ആള് പുലിയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. പ്രത്യേകം ഒരു അഭിനന്ദനം ഷജീർ അർഹിക്കുന്നുമുണ്ട്. അടുത്ത റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒരു മാസം മുമ്പ് ജൽജീവൻ മിഷന്റെ പേരിൽ വ്യാപക തട്ടിപ്പ് നടന്ന വാർത്ത 24 റിപ്പോർട്ട് ചെയ്തിരുന്നു. വെള്ളം ഉപയോഗിക്കാത്ത വീട്ടിലേക്ക് ബില്ലടിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ നടപടി 24 എന്ന് പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. സംഭവത്തിൽ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുകയാണ്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് ജലജീവൻ മിഷന്റെ പേരിൽ ജപ്തി നോട്ടീസ് അയച്ച കേസിൽ നിന്ന് കേരള വാട്ടർ അതോറിറ്റി ഒടുവിൽ പിൻവാങ്ങി. വേർക്കാടി സ്വദേശി യമുനയ്ക്ക് അയച്ച ജപ്തി നോട്ടീസാണ് കേരള വാട്ടർ അതോറിറ്റി പിൻവലിച്ചത്. 24 ഇമ്പാക്ട്. വയ്യക്കിപ്പോൾ 54,000 രൂപ ബില്ല് വന്നു. അതിലൊരു 5 ബില്ല് ഞാൻ ഫസ്റ്റിന് അടക്കിനി. അതിന് പിന്നെ ഈ 54,000 രൂപ ബില്ല് വന്ന് പിന്നെ ബില്ലടക്കിയിട്ടില്ല. വെള്ളം എടുത്തെങ്കിൽ എടുത്തില്ല, നമുക്ക് കെട്ടണം. ഒരു തുള്ളി വെള്ളം പോലും ഉപയോഗിക്കാത്ത നൂറുകണക്കിന് കുടുംബങ്ങൾക്കാണ് ഇപ്പോൾ ജപ്തി നോട്ടീസ് ഇവിടെ വന്നിരിക്കുന്നത്. വേണ്ട പറയുമ്പോൾ ഇവർക്കൊരു ടാർഗറ്റ് ഉണ്ടാവും. ആ ടാർഗറ്റ് റീച്ച് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പൈപ്പ് ലൈൻ ഇട്ട് ഇവർ പോയി. ഒരു മാസം മുൻപാണ് കാസർഗോഡ് മഞ്ചേശ്വരത്ത് ജൽജീവൻ മിഷന്റെ പേരിൽ വ്യാപകമായി തട്ടിപ്പ് നടന്നത്. പൈപ്പ് കണക്ഷൻ ലഭിച്ചിട്ടും വെള്ളം ലഭിക്കാത്ത വീടുകളിലേക്ക് കേരള വാട്ടർ അതോറിറ്റി ജപ്തി നോട്ടീസ് അയക്കുകയായിരുന്നു. വോർക്കാടി പഞ്ചായത്തിൽ താമസക്കാരിയായ യമുനയ്ക്ക് മാത്രം 17,725 രൂപയാണ് ബില്ല് വന്നത്. 10 വർഷത്തിലധികമായി യമുന താമസിക്കാത്ത വീട്ടിലായിരുന്നു വാട്ടർ അതോറിറ്റി ബില്ല് നൽകിയത്. ബില്ലടച്ചില്ലെങ്കിൽ വീടും സ്ഥലവും ജപ്തി ചെയ്യുമെന്നറിയിച്ച് നോട്ടീസും നൽകി. വിഷയത്തിൽ 24 ഇടപെട്ടതിന് പിന്നാലെ ജപ്തി നടപടികൾ കേരള വാട്ടർ അതോറിറ്റി നിർത്തിവെച്ചു. വോർക്കാടി പഞ്ചായത്തിൽ നടന്ന അദാലത്തിൽ ജപ്തി നടപടി പിൻവലിച്ചതായി കേരള വാട്ടർ അതോറിറ്റി അറിയിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന ഒരു അദാലത്തിൽ വാട്ടർ അതോറിറ്റി ഈ ഒരു വിവരം ശേഖരിച്ചുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞുകൊണ്ട് യമുനക്കയുടെ ആ ജപ്തി നോട്ടീസ് പിൻവലിക്കാനുള്ള തീരുമാനം എടുത്തത് വളരെ സന്തോഷമാണ്. ന്യൂസ് 24ൻ്റെ ഇടപെടലോടുകൂടിയായിരുന്നു യമുനക്കയ്ക്ക് ഇന്ന് ഒരു ആശ്വാസം ലഭിച്ചിരിക്കുന്നത്. വോർക്കാടി പഞ്ചായത്തിലും എൻമകജെ പഞ്ചായത്തിലുമായി നൂറുകണക്കിന് ആളുകൾക്ക് ഇങ്ങനെ ജപ്തി നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. വെള്ളം ലഭിക്കാതെ ബില്ല് കൊടുക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ നീക്കത്തിനെതിരെ നിയമപോരാട്ടം നടത്താനാണ് നാട്ടുകാരുടെ തീരുമാനം. 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. മെമ്പർ ഷജീറിന് കമന്റ് ബോക്സിൽ അഭിനന്ദന പ്രവാഹമാണ്. ഷഫീഖ് എന്ന് പറയുന്ന പ്രേക്ഷകൻ പറയുന്നത് ഇതുപോലുള്ള മെമ്പർമാരാണ്, ജനപ്രതിനിധികളാണ് നാടിനാവശ്യം എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ ഒരുപാട് പ്രേക്ഷകർ, മൻഷാദിനെ പോലുള്ള പ്രേക്ഷകരൊക്കെ ഷജീറിന് പ്രത്യേകം അഭിനന്ദനം അറിയിക്കണം എന്ന കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഷജീറിന് ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിക്കുകയാണ്. ഷജീർ പുലിയല്ല പുപ്പുലിയാണ് എന്ന് അനസിനെ പോലുള്ള പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടി അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണ വില കൂടി നോക്കാം. ഇന്നത്തെ സ്വർണ്ണ നിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.